ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. നമുക്കിന്നൊരു രസം തയ്യാറാക്കിയാലോ? ഒരു സ്പെഷ്യൽ രസമാണ് നാരങ്ങ രസം. നാരങ്ങയിൽ വിറ്റാമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ സി ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വിറ്റാമിൻ സി ആവശ്യ ഘടകമാണ്. അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. വളരെ ഈസി ആയിട്ട് ഈ രസം തയ്യാറാക്കാം. രസത്തിൻ്റെ പൗഡറൊന്നും ചേർക്കുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ ഒരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടിയിലാണ് രസം തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. അതെന്തൊക്കെയാണെന്ന് നോക്കാം. 1 ടീസ്പൂൺ കുരുമുളക്, 1.5 ടീസ്പൂൺ മല്ലി, 1 ടീസ്പൂൺ ജീരകം, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 5 അല്ലി വെളുത്തുള്ളി. ഇതൊക്കെ കൂടി ഒന്ന് ചതച്ചെടുത്തതാണ് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇതൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു തക്കാളി മതിയാവും, കൂടുതൽ വേണ്ട. പിന്നെ 2 പച്ചമുളകും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് കൊടുക്കാം. കൂടെ മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇവിടെ ഞാൻ 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് അടച്ചു വെക്കാം. നല്ലവണ്ണം തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പം നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല കാൽഭാഗത്തോളം വറ്റി വന്നിട്ടുമുണ്ട്. ഉപ്പൊക്കെ കറക്റ്റ് പാകാണോ എന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് കടുക് താളിച്ചെടുക്കാം. കടുക് താളിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് എടുക്കേണ്ടത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. വറ്റൽ മുളക് എടുക്കാം 2 എണ്ണം. പിന്നെ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് 3 ചുവന്നുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ ചുവന്നുള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചുവന്നുള്ളിയുടെ കളറൊക്കെ മാറി വരുന്നുണ്ട്. ഈ സമയം കായം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കായമാണ് ചേർക്കുന്നത്. ലോ ഫ്ലെയിമിലാണ് ഇടേണ്ടത്. ഉള്ളി കരിഞ്ഞു പോകാനൊന്നും പാടില്ല. അപ്പോൾ കായം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് കടുക് വറുത്തിട്ടത് ഈ രസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 2 ചെറുനാരങ്ങയുടെ നീരാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയ സൈസിലുള്ള നാരങ്ങയൊക്കെ ആണെങ്കിൽ 1 നാരങ്ങയുടെ നീര് മതിയാവും. പിന്നെ നാരങ്ങ നീര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിച്ചെടുക്കാൻ പാടില്ല. ചെറുനാരങ്ങ നീര് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ രസത്തിൻ്റെ ടേസ്റ്റ് ആകെ അങ്ങ് മാറിപ്പോവും. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ നാരങ്ങ രസം റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുകയും വേണം. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്